വയനാട് മീനങ്ങാടി പഞ്ചായത്തിലെ കുടുംബശ്രീയിൽ വ്യാപക സാമ്പത്തിക തട്ടിപ്പെന്ന പരാതി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. തട്ടിപ്പിൽ മീനങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാനും മറ്റുമായി നൽകുന്ന വായ്പകൾ തിരിച്ചടവായി എത്തുമ്പോൾ അവ ബാങ്കിലെത്തിക്കാതെ വ്യാജ രസീതുകൾ നൽകി തട്ടിയെടുത്തു എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി കുടുംബശ്രീ ഓഫീസിൽ ഓഡിറ്റ് നടക്കുന്നതിനിടെയാണ് ക്രമക്കേടുകൾ പുറത്തുവന്നത്. വായ്പയെടുത്ത സംഘങ്ങളിൽ പലതും തുക തിരിച്ചടക്കാത്തതായി കണ്ടപ്പോൾ ബന്ധപ്പെട്ട സംഘങ്ങളുടെ ഭാരവാഹികളെ ഓഡിറ്റ് വിഭാഗം വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. വായ്പ തിരിച്ചടച്ചു എന്നവർ വ്യക്തമാക്കിയതോടെ രസീത് പരിശോധിച്ചപ്പോൾ ഇവയെല്ലാം വ്യാജമാണെന്ന് മനസ്സിലാവുകയായിരുന്നു. 300ഓളം ബിൽ ബുക്ക് കാണാനില്ലെന്ന് മീനങ്ങാടി പഞ്ചായത്ത് മെമ്പറും പറയുന്നു. വലിയ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഓരോ വിഭാഗത്തിലും ഇപ്പം അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഈ പ്രതിഷേധവുമായി UDYFന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോയി സംസാരിക്കുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് 2023 മുതൽ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചാൽ പോരാ. ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൻ്റെ മുന്നോട്ടുള്ള ഒരു 10 വർഷം അല്ലെങ്കിൽ കുടുംബശ്രീ തുടങ്ങിയത് മുതലുള്ള അന്വേഷണങ്ങൾ കൃത്യമായി നടന്നാൽ മാത്രമേ ഇതിൻ്റെ ചുരുൾ മുഴുവനായിട്ട് അഴിയാൻ കഴിയുള്ളൂ. 3 വർഷം മുൻപ് ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബശ്രീ ജില്ലാ മിഷനും പരാതി നൽകിയിരുന്നു. ഇതിനു മുൻപും 2023 ഞങ്ങൾ 21-25 കാലഘട്ടത്തിൽ CDS എക്സിക്യൂട്ടീവിൻ്റെ മെമ്പർമാരായിരിക്കെ ഈ വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെയും ബന്ധപ്പെട്ട അധികാരികളെ എല്ലാം അറിയിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടോ അതിന് വേണ്ട കാര്യങ്ങളോ നടന്നിട്ടില്ല എന്നുള്ളതാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDYFന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓഫീസ് ഉപരോധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മീനങ്ങാടി പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് മലയാളം, വയനാട്.